ഒരു 2 മിനിറ്റ് വരും. ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കാനാണ്. നമ്മൾ കുറെ യുവാക്കൾ ഉള്ള ഒരു പടം ഇറങ്ങുകയാണെങ്കിൽ മൃദുഭാവി ദൃഢകൃത്യം ഞങ്ങളുടെ സിനിമയുടെ പേരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടം യുവാക്കളാണ് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പുതിയ ആൾക്കാർ, ന്യൂ ടാലൻസ് ഇറങ്ങിയ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? എന്തായിരിക്കും റിയാക്ഷൻ? പൊതുവെ ഈ ന്യൂ ജനറേഷന്റെ പദ്ധതികൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് അത് ന്യൂ ജനറേഷന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള കഥയും സംഗതിയായിരിക്കണം അതിൽ വരേണ്ടത്. അതും കൂടി ആയാൽ പഴയ ജനറേഷൻ അടക്കം അതിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയുള്ളൊരു കഥയും സംഗതികളുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് പോസ്റ്റർ. ചേട്ടാ, ഈ പേരിനെ പറ്റി ഞങ്ങളുടെ നായകൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സിനിമയുടെ നായകൻ സൂരജ് സൺ എന്നാണ് പേര്. അപ്പോ ചേട്ടൻ തന്നെ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ പേരിന്റെ അർത്ഥം മൃദുഭാവേ ദൃഢകൃത്യേ പോലീസിന്റെ ആർത്ഥവാക്യാണ്, മോട്ടോ ആണ്. ആപ്തവാക്യെന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, സ്കൂൾ കുട്ടികളല്ല, പുതിയ കുട്ടികൾ. അപ്പം അത് മൃദുഭാവത്തോടു കൂടി ദൃഢമായി കൃത്യം നിർവഹണം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഏതാ സ്ഥലം എവിടെയാ? ഞങ്ങള് കോഴിക്കോട് ജില്ലയില് മുക്കം അടുത്ത് ചെറുവാടി. മുക്കത്ത് നമ്മുടെ പടമില്ലേ? മുക്കത്ത് ഞങ്ങളുടെ സിനിമയുടെ സംവിധായകൻ കോഴിക്കോട്ടുകാരനാണ് ഷാജുൻ കരിയൽ സർ, വടക്കുന്നാഥന്റെ ഒക്കെ ഡയറക്ടർ ഷാജുൻ കരിയൽ സർ. അപ്പൊ സാറിന്റെ ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ സിനിമയുടെ പേരെന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? എന്തോ ഒന്നും കൂടെ ഞാൻ പതുക്കെ ഒരുമിച്ച് പറയും എല്ലാരും. ഒരു തവണയും കൂടെ പറഞ്ഞു തരാൻ ചേച്ചി. മൃദുഭാവേ ദൃഢകൃത്യേ. കുറച്ച് വലിയ പേരാണ്. ഫെബ്രുവരി 2 സിനിമ ഇറങ്ങും. ഫെബ്രുവരി 2 ഇറങ്ങുകയാണ്. അപ്പൊ പടം കണ്ടിട്ട് കേരളത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാരും പടം കണ്ടിട്ട് പറയില്ലേ അഭിപ്രായം? ഓക്കെ, താങ്ക് യു. ഒരു 2 മിനിറ്റ് വരുമോ? പഠിക്കുകയാണോ? എന്തിനാ പഠിക്കണേ? ഞാൻ PG. എന്താ PG എന്താ പഠിക്കണേ? അല്ല, PG എന്താ പഠിക്കണേ? ഇൻസ്ട്രുമെന്റേഷൻ. ചോദ്യം നമ്പർ 1. അങ്ങനൊരു ഇതുണ്ടല്ലേ. ഓക്കെ, സിനിമ കാണാറുണ്ടോ? ഓക്കെ, ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? നേര് തിയേറ്ററിൽ പോയി കണ്ടത് നേര്. ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? മൃദുഭാവേ ദൃഢകൃത്യേ. ഇതെന്താണെന്നറിയോ? സിനിമയുടെ കാര്യം. ഇത് എന്താണെന്നറിയോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരള പോലീസിന്റെ ആപ്തവാക്യാണത്. ഞങ്ങളുടെ പടത്തിന്റെ പേരാണ്. ഒരു 5 പ്രാവശ്യം പറയാൻ പറ്റുമോ? ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ പഠിക്കണല്ലോ. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുന്ന മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. താങ്ക് യു. ഈ വരുന്ന ഫെബ്രുവരി 2 റിലീസ്. സൂരജ് സൺ നായകൻ, ശ്രവണ, ശിവരാജ് ഒരു പ്രധാന കഥാപാത്രം, അമൽ ഒരു പ്രധാന കഥാപാത്രം, ഹരിത്ത് ഒരു വലിയ പ്രധാന കഥാപാത്രം. ഞങ്ങൾ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോ ആസ് എ യങ്സ്റ്റർ ഞങ്ങളുടെ പടം കണ്ട് എന്തായാലും ഫെബ്രുവരി 2 നാളെ കഴിഞ്ഞ് പടം കാണോ? ഈ പേരിന് മറന്നു പോവോ? ഒരിക്കലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ റാങ്ക് ഉറപ്പാ. ഓക്കെ, അപ്പൊ ചേച്ചി ഇതാ നമ്മളെ കുറെ നേരമായിട്ട് സൂരജിനെ വെയിറ്റ് ചെയ്യാണ്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, സീരിയൽ കണ്ടപ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കരുത് ആരാന്ന്. ചേച്ചി, നമ്മളെന്താ അറിയോ, നമ്മുടെ പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഇറങ്ങിയതാ. ചേച്ചി ഇത് വായിക്കാൻ പറ്റുമോ? മൃദുഭാവേ ദൃഢകൃത്യേ. ഫെബ്രുവരി 2 നമ്മുടെ സിനിമ ഇറങ്ങാം. പക്ഷെ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടെ?
ഈ ഒരു പേര് ടി വിയിലും പരസ്യമെല്ലാം വന്നോ? പറഞ്ഞോളൂ. കേരള പോലീസിന്റെ ആപ്തവാക്യാണ് മമ്മൂട്ടിന്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. മൃദുഭാവേ ദൃഢകൃതി. ഈ 2-ാം തീയതി റിലീസ് ആവാൻ പോണ സിനിമയാണ്. അപ്പം കാണണം, എല്ലാവരോടും പറയണം. സൂരജാണ് ഇതിന്റെ പോസ്റ്റർ. കാണോ? പടം കാണോ? സൂര്യചേട്ടൻ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ എന്തായാലും കാണില്ലേ? ഫെബ്രുവരി 2-ാം. സിനിമയുടെ പേരെന്തായിരുന്നു? സിനിമയുടെ പേരെന്തായിരുന്നു ചേച്ചി? മൃദുഭാവേ ദൃഢകൃത്യേ. അപ്പൊ പടം കാണുന്ന ഫാമിലി മറ്റന്നാളാണ് പടം ഇറങ്ങുന്നത്. സ്ഥലം എവിടെയാ? മാങ്കുളം, ആനക്കുളം. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു, അവിടെ ടൂറിസ്റ്റ് മേഖലയല്ലേ? അതെ, കേട്ടിട്ടുണ്ട്, വന്നിട്ടില്ല. ഇനി വരും. പിടിക്കുന്നേ ഞാൻ പിടിക്കാം. ഈ പടം ഹിറ്റായി കഴിഞ്ഞിട്ട് അടുത്ത പടം നമ്മളവിടെ ഷൂട്ട് ചെയ്യാം. നടിയാരാ? ഇതാണ് നായിക. ശ്രാവണല്ലേ? തട്ടുംപുറത്ത് അച്ഛൻ എന്നുള്ള സിനിമയിലൂടെ ചാക്കോച്ചന്റെ നായികയായിരുന്നു. കുഞ്ചാക്കോന്റെ നായികയായിരുന്നു. ആണോ? നിങ്ങളൊക്കെ നേരിട്ട് കാണാം. ഞാൻ ഈ മാങ്കുളത്ത് അങ്ങ് മൂന്നാറില്ലേ, ആ ഭാഗത്ത് അടുത്തായിട്ട് താമസിക്കുന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ സന്തോഷം. അപ്പൊ പടം കാണണം, എല്ലാവരും പടത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ സീരിയലിൽ നിന്ന് മാറിപ്പോയില്ലായിരുന്നോ? ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. കാരണം മാറിപ്പോയില്ലായിരുന്നോ? ആ പെണ്ണ് എപ്പോഴും ഉണ്ട്, വേറെ ആൾക്കാരെ അതിനകത്തുണ്ടായിരുന്നു. ഈ കൊച്ചു പോയപ്പോൾ തന്നെ എന്തൊരു വിഷമമായിരുന്നു എനിക്ക്. വേറെ നടൻ വന്നിട്ട് കാണാൻ അമ്മ പറഞ്ഞത് വേറെ ഇഷ്ടപ്പെടില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. 2 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് ഇല്ല. ഓക്കെ. പ്രാങ്ക് ഷോ നടത്തിയിട്ട് പണ്ടൊന്നും നല്ല അനുഭവമായിരുന്നു. അപ്പം ഞങ്ങളെ പടം ഈ 2-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാണണം. കേട്ടിട്ടുണ്ടായിരുന്നു ഈ പേര്? ആണോ? ആണോ? ആ, ഒന്ന് പേര് പറയാമോ? അതല്ല, പടത്തിന്റെ പേര്. പടത്തിന്റെ പേര് അല്ല, ഇത് മൃദുഭാവേ ദൃഢകൃത്യേ. അതായത് ഇതൊരു അതെ അതെ പതുക്കെ പറയാം. മൃദുഭാവേ ദൃഢകൃത്യേ. താങ്ക് യു. പേര്? താങ്ക് യു. Day after tomorrow. So, have you come across this name before since you're a Malayali? Any one of you? Or could you spell this name if we tell? Could you repeat? Mridu Bhave Dridakritye. Could you try repeat? Mridu Bhave Dridakritye. Could you tell that on the mic? So that it's a kind of encouragement for us. Yeah, just to try cheyda madi. Mridu Bhave Dridakritye. താങ്ക് യു. Can you? Okay, so this is actually the motto of Kerala Police. So our movie is coming day after tomorrow. So hope you all would love and support our movie. So thank you so much. So where are you from actually? Kottayattunna. Ellarum. Okay. So thank you. താങ്ക് യു. Shravana. This is the hero. His name is Suraj, and this is Amal. This is Shiva, Junaid, and Harith. And there are a lot of other youngsters also. മൂവി കുറേ കാര്യങ്ങളുണ്ട്. ഒറ്റൊരു ജോണർ ഇല്ല, പല പല കാര്യങ്ങൾ ഒരുമിച്ച് മിക്സ് ആണ്. കേരള പോലീസിനെ പറ്റിയല്ല, ബട്ട് വേറെ ഒരു പാരലൽ സ്റ്റോറീസ് റണ്ണിങ് ബിഹൈൻഡ്. സോ ഹോപ്പ് യു വിൽ ഓൾ വാച്ച് ആൻഡ് സപ്പോർട്ട് അസ്. പ്ലീസ് ഡു സപ്പോർട്ട് അസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശിവരാജ് എന്നാണ്. ഞാനൊരു ആക്ടറാണ്. അപ്പോൾ നമ്മൾ അഭിനയിച്ചൊരു സിനിമയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. ഈ വരുന്ന ഫെബ്രുവരി 2-ന് പടം റിലീസാവാണ്. അപ്പോൾ പറഞ്ഞതൊന്നും ആണോ? ഒന്ന് പേര് പറയാൻ പറ്റുമോ? സയന, വിവേക്, ബൃന്ദ, സാവ്ലി, സാവ്ലി. Can you all talk in English? We are Maharashtrians. Oh, sorry. മലയാളം Yeah, okay. My name is Ayush. ആയുഷ്. ആയുഷ്മാൻ. So do you watch Malayalam movies? Have you watched any? Rarely. Do you like watching Malayalam movies? Okay, so if there is a subtitle for a movie, will you watch this? Yeah, sure. So please do watch a movie. The name of our movie is Mridu Bhave Dridakritye. The name is kind of, it's quite big. But can you try repeating the name? Just for us. It's a kind of encouragement for us. Just repeat it. Mridu Bhave Mridu Bhave Dridakritye. Dridakritye. Okay, so I'll give you the mic. Mridu Bhave Dridakritye. Thank Yeah, you. thank you. Please give her a huge round of applause. Thank you so much. Okay, thank you for supporting. And so our movie is going to release day after tomorrow on Feb 2nd. അപ്പോൾ മലയാളികൾ നമ്മൾ കട്ടയ്ക്ക് ഒപ്പം ഉണ്ടാവണം. ഞങ്ങളൊരു പറ്റം യങ്സ്റ്റേഴ്സ് ആണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ എത്തിയവരാണല്ലോ കുറേ പേര്. ഞങ്ങൾ മാത്രമല്ല, കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കണ്ടിട്ട് ഞങ്ങളോടൊക്കെ അഭിപ്രായം പറയണം. ഇതാണ് നായകൻ സൂരജ് സൺ, ഇത് അമൽ, ഇത് ജുനൈദ്,
ഇത് ശിവ, ഹരിത്, ഞാൻ ശ്രവണ, പിന്നെയും കുറേ പേരുണ്ട്. അപ്പം ഞങ്ങൾ കുറേ പേരുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെപ്പോലെ കുറേ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അതെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ദിസ് ഇസ് അവർ പോസ്റ്റർ. ഓക്കെ, താങ്ക് യു, ബൈ. ഹിന്ദി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് എന്നെ സഹായിക്കാം, പ്ലീസ്. എടാ ഒന്ന് രക്ഷിക്കടാ, ഞാൻ ആള് മാറിപ്പോടാ. हिंदी और इंग्लिश. हाँ मेरे भैया, हमारा एक मूवी आ रहा है मृदु भावे. नाम क्या है? मृदु भावे मुर्द भावे. दृढ़ कृत्य. कृत्य. दृढ़ गिरडा. कृत्य. कृत्य. और हाँ, हमारा मूवी अच्छा, आपका movie? हाँ, हम लोग हीरो कौन है? देखो हीरो ये है. अच्छा. ये लोग हमारा दोस्त सब कुछ है. ये हीरो. हाँ, गुड टू मीट यू. हाँ. ऑल द बेस्ट. ये हीरोइन है. All the best, all the best. थैंक यू सो मच. February 2nd Beautiful को. couple of 2024. Oh yeah! Thank you. All the best. Thank you. Okay. Very welcome. Okay. Bye. Thank you. ഇത് നമ്മളുടെ ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്ന സുഹൃത്താണ് ഹരിത്ത്. ഇത് അമല്, ജുനൈറ്റ്, ശിവരാജ്. അപ്പോൾ നമ്മൾ ഈ പടം എല്ലാവരിലും ഒട്ടും എത്തിക്കാനുള്ള ശ്രമമാണ്. ഈ 2-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വടക്കുന്നാഥനൊക്കെ ചെയ്ത ഷാജുൻ കരിയാൽ സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും. ഓ റൈറ്റ്. റൈറ്റർ എൻ്റെ ഒരു 4 സ്റ്റോറിയൊക്കെ ഉണ്ട്. ഓ അടിപൊളി. 4 സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ആയിട്ടില്ല. അതെ തീർച്ചയായിട്ടും. ഓ സന്തോഷം. നാദൃശ്യടുത്തൊക്കെ പോയിട്ട് സ്റ്റോറിയുടെ ഓൺലൈൻ പറഞ്ഞു. പിന്നെ അവസാനം ചെറിയൊരു പണിയൊക്കെ തന്ന് കുറച്ചാളിങ്ങനെ വിട്ടൊക്കെ വെക്കണം. അപ്പൊ എന്തായാലും നാളത്തേക്ക് അതെ ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ശരിയാവും വിചാരിക്കണം. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാണാം. 2-ാം തീയതി ഇറങ്ങും. 2-ാം തീയതി എല്ലാ തിയേറ്ററിലും ഇവിടത്തുള്ള എല്ലാ പിച്ചക്കാരെ കൊണ്ടേ കാണിപ്പിക്കും. കാണാം. ചോദിക്കണം. ചേട്ടാ, നമ്മുടെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, ചേട്ടൻ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? മൃദു ഭാവേ ദൃഢകൃത്യം. ഒറ്റ ഷോട്ടിൽ പറഞ്ഞു. ഇത് എന്താണെന്നറിയോ? ഒറ്റ ഷോട്ടിൽ പറയാൻ പാടില്ലേ? പക്ഷേ ആക്ച്വലി ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ് അല്ലേ? പടത്തിന്റെ മേക്കപ്പ്. ഞാൻ ഇവിടെ വേറെ ആൾ കാണാൻ വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആളുകളെല്ലാം കൂടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അങ്ങ് കുറച്ചു നേരം. നിങ്ങളുടെ കുട്ടികളെന്ന് അറിയോ? ഞങ്ങളുടെ കുട്ടികൾ. പേരെന്താ? ഐശ്വര്യ. ഐശ്വര്യ, ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, വളരെ ചെറിയ ചോദ്യം. ഈ പുതിയ ആൾക്കാരുടെ സിനിമ വരുമ്പോൾ നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇൻട്രസ്റ്റ് ഇല്ലയോ? അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? നല്ലതാണെങ്കിൽ കാണും. നല്ലതാണെങ്കിൽ പോയി കാണും. തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. പോവാറുണ്ട്. ലാസ്റ്റ് ഏത് മൂവിയാണ് കണ്ടേ? ലാസ്റ്റ് ഞാനിപ്പോൾ പോയിട്ട് കുറേ ആയി. ഞാൻ ലിയോ ആണ് ലാസ്റ്റ് കണ്ടത്. ലിയോ. അപ്പം ഇനി മലയാളം പടം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇതൊന്ന് വായിക്കാം. മൃദു ഭാവേ ദൃഢകൃത്യം. ഭാവേ ദൃഢകൃത്യം. മൃദു ഭാവേ ദൃഢകൃത്യ. അതാണ് നമ്മുടെ പടത്തിന്റെ പേര്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കേരള പോലീസിന്റെ മോട്ടോയാണ്. ഇത് കേരള പോലീസിന്റെ മോട്ടോയാണ്. ഇത് നമ്മുടെ കേരള പോലീസിന്റെ മോട്ടോ ആണ്. ഇപ്പോ February 2-ന് സിനിമ പടം റിലീസാണ്. കാണണോ? ഇതാണ് നമ്മുടെ നായകൻ. ലിയോയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു സീരിയൽ കാണാറുണ്ട്. പാടാത്ത പൈങ്കിളിയിലെ നായകൻ. ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ട് പരിചയമുണ്ട്. ഓക്കെ, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ലിയോ സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു സിനിമ കാണാൻ പോവാണ്. ആ സിനിമയുടെ പേരെന്താണ്? മൃദു
ഭാവേ ദൃഢകൃത്യ. മൃദുഭാവേ ദൃഢകൃത്യേ. അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതിയ കുറച്ച് കുട്ടികൾ ഒരു പുതിയ സിനിമ വരാൻ പോകുന്നു. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പേര് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ചേച്ചി? ഒന്ന് വായിക്കാവോ? മൃദുഭാവേ ദൃഢകൃത്യ. എവിടെയെങ്കിലും ഈ പേര് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരള പോലീസിന്റെ ആപ്തവാക്യാണ്. അപ്പൊ ഞങ്ങളുടെ സിനിമയുടെ പേര് ഇതാണ്, മൃദുഭാവേ ദൃഢകൃത്യം. അപ്പൊ ഞങ്ങള് കുറെ ചെറുപ്പക്കാർ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. ചേച്ചി കൈരയൊക്കെ നോക്കുന്ന പോലെ മുഗൾ ലക്ഷണം നോക്കി നമ്മൾ സിനിമയെ കുറിച്ച് 2 വാക്ക് പറയും. സംവിധായകനോ? നായകൻ ഇദ്ദേഹമാണ്. ഡയറക്ടർ നമ്മുടെ വടക്കുന്നാഥനൊക്കെ ചെയ്ത കൊച്ചു വരുത്തിയ പിന്നെ 8 വർഷമായിട്ട് കാണുന്നില്ല. അതിന് മുമ്പ് എപ്പോഴും ഞാൻ കണ്ടു. പടം എല്ലാം ഞാൻ കാണും. ഞങ്ങൾ ജനിച്ച നാൾ മുതൽ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്, ഭർത്താവിനും ഇഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമാണ്. കുഞ്ഞു മരിച്ചേ പിന്നെ ഞാൻ കാണുന്നില്ല. ഒരു ദിവസം 3 പടം വെച്ച് കണ്ടുകൊണ്ടിരുന്ന ആളെ. ഇത് കൊച്ചു മരിച്ച പിന്നെ കാണാറില്ല. പിന്നെ എൻ്റെ കാല് ഓപ്പറേഷൻ ഞാൻ AC-യിലൊക്കെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം കാല് തണുക്കുമ്പോഴേ, അതുകൊണ്ട് ഇപ്പം അങ്ങനെ പോകാറില്ല. അതിന് മുമ്പ് വരെ എപ്പോഴും ഒരു സരിതയിലൊക്കെ 3 പടം ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. പേരെന്താ? ദയ. ഗ്രേസ്. നല്ല ദയുള്ളതാണോ? അല്ല. ഓക്കെ, ഇന്ന് വായിക്കാൻ പറ്റുമോ? മൃദുഭാവേ ദൃഢകൃത്യേ. ഞങ്ങൾ എല്ലാവരും അഭിനയിച്ചൊരു പടമാണിത്. ഞങ്ങൾ കുറച്ച് പുതിയ ആൾക്കാർ അഭിനയിച്ച പടം. അപ്പോൾ ഈ പുതിയ ആൾക്കാർ അഭിനയിച്ച പടങ്ങളൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? എന്താണ് സത്യം പറഞ്ഞാൽ മതി. പടം കാണാറുണ്ട്. ഇപ്പം ഇതിൽ ആരെയും അറിയോ ഈ കൂട്ടത്തിൽ? അയ്യോ, കണ്ടിട്ടുണ്ട്. യെസ്, ഇതാണ് ഞങ്ങളുടെ പടത്തിന്റെ പോസ്റ്റർ. ഇത് ഞങ്ങളുടെ ഫെബ്രുവരി 2-ാം തീയതി 2 ദിവസം കഴിഞ്ഞ പടം റിലീസാണ്. ഇത് ഞങ്ങളുടെ നായിക ശ്രവണ, ഇത് ഞങ്ങളുടെ ആക്ടർ ശിവരാജ്, ആക്ടർ ഹരിത്ത്, ജുനൈറ്റ്, നായകൻ നമ്മുടെ 2-ാം തീയതി പടം റിലീസ്. നിങ്ങളെല്ലാം കാണണം ദയവ് ചെയ്തെന്ന് പറയാൻ കാരണം പൊതുജനങ്ങൾക്ക് ഒരു അവസരം നിങ്ങൾ കൊടുത്തിട്ടെ. പിന്നെ ഒരുപാട് ദയുള്ള ഒരു പേരുമാണ്. അതെ, ദയ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പേരെന്താ? എന്താ പേരെന്താ? ഛത്രി. ഛത്രി. നമ്മുടെ പേര് പോലത്തെ പേരാ, ഛത്രി. ഇത് ഞങ്ങളുടെ അഭിനയിച്ച പടമാണ്. ഒന്ന് വായിക്കാവോ? മൃദുഭാവേ ദൃഢകൃത്യേ. ഇതിലും ഈസി ആയിട്ട് ഛത്രി എന്ന് പറയുന്ന ആളാണ്, അപ്പോൾ കുഴപ്പമില്ല. ഛത്രി ഏതാ നമുക്ക് പറ്റില്ലെങ്കിലും അതെ, പുള്ളിക്കാരിക്ക് പറ്റും. അപ്പോൾ ഞാനൊരു സംഭവം ചോദിക്കട്ടെ, നിങ്ങൾ പുതിയ ആൾക്കാർ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ അധികം തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല. OTT റിലീസ് ആകുമ്പോൾ കാണാറാ ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും അഭിനയിച്ച സിനിമയാണ്. ഇതാണ് നായകൻ സൂരജ്, ഇത് ശിവ, നായിക ശ്രവണ, ഹരിത്, ജുനൈറ്റ്, അമൽ, ഇനി ആൾക്കാരുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് ഒരു 5 പ്രാവശ്യം സ്പീഡ് പറയാമോ? മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. ഞാൻ ഗ്ലാസ് വരെ പറഞ്ഞു. ഇതല്ലേ അടിപൊളി, സൂപ്പർ, താങ്ക് യു. അല്ല, പറ്റുമല്ല. ഇനി OTT മാറിയിട്ട് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാൻ പോകും അല്ലേ? ഓക്കെ മാം, താങ്ക് യു. എൻ്റെ പേര് പത്മജൻ. ഈ പേര് കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? മൃദുഭാവേ ദൃഢകൃത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ നെയിമാണല്ലോ. നമുക്കത് കേൾക്കാനൊരു സുഖമുള്ള സംഭവമാണ്. ഈ ദൃഢകൃത്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൃഢമായിട്ടുള്ള എന്തെങ്കിലും പല കാര്യങ്ങളും ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യാം. ചേട്ടാ, ഞങ്ങളിത് എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയുടെ പേരാണ്. ഞങ്ങളുടെ സിനിമയുടെ ടൈറ്റിലാണ് മൃദുഭാവേ ദൃഢകൃത്യം. അതിന്റെ പോസ്റ്ററാണ്. ഞങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. കാണാറില്ല. ഞങ്ങൾക്ക് വേണ്ടി സിനിമ കാണുമോ? പുതിയ ആൾക്കാരുടെ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണാറുണ്ട് കേട്ടോ? ഇല്ല, ശരിക്കും കാണാറില്ല. അവസാനം കണ്ട സിനിമ ഏതാ? അത് സമയം കിട്ടിയാൽ കാണാം, സിനിമ കാണാം.
2-ാം തീയതി പടം റിലീസാണ്, മറ്റന്നാൾ റിലീസാണ്. സിനിമ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടോളാം. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശിവരാജ് എന്നാണ്. ഞാനൊരു ആക്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ അഭിനയിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? പേരെന്താ? ചൈതന്യ. ഫിദ. ചൈതന്യത്തോടു കൂടെ ആ പേരൊന്ന് പറയും. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. ഇത് 5 പ്രാവശ്യം പറഞ്ഞു. സ്പീഡിൽ. സൂപ്പറായി പറയും. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. ഓ, ഇദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ. പാടാത്ത ഭയങ്കര ഈ 2-ാം തീയതി സിനിമ ഇറങ്ങാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോട് നായിക ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ പടത്തില്. ഇനി കുറച്ച് പേരുണ്ട്, എല്ലാവരും എത്തിയില്ല. പടം കാണോ? നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് പടം. കണ്ടിട്ട് അഭിപ്രായം പറയോ? നിങ്ങളുടെ അഭിപ്രായം ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ഒരു പേജ് ഉണ്ട്, അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇത് നമ്മുടെ ഇതിൽ അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. താങ്ക് യു. അടുത്ത പടം പേരെന്താ? ശ്രീജിത്ത്. ശ്രീജിത്ത്. മേഘ്ന. സ്മൃതി. വിദ്യ. നിങ്ങൾ പഠിക്കണോ? വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഏത് സിനിമയാണ് കണ്ടേ മലയാളത്തില്? കണ്ടിട്ടില്ലയോ? ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലേ സിനിമ? ഫാലിമി കണ്ടു. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കുറേ പുതുമുഖങ്ങളും കുറേ യങ്സ്റ്റേഴ്സും അഭിനയിച്ച സിനിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? നിങ്ങൾ ആ സിനിമ കാണാൻ പോവോ തിയേറ്ററിൽ? അപ്പം ഞങ്ങളൊരു കൂട്ടം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പടം മൃദുഭാവേ ദൃഢകൃത്യം മറ്റന്നാൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ പേര് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുമോ? പടത്തിൻ്റെ പേര് മൃദുഭാവേ ദൃഢകൃത്യേ. ഇതാണ് പോസ്റ്റർ. അപ്പോൾ ഈ പേര് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? നന്നായിട്ട്. അപ്പൊ ഇത് 5 പ്രാവശ്യം ഒന്ന് പറയാൻ പറ്റുമോ സ്പീഡില്? അപ്പോൾ കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേ ദൃഢകൃത്യം എന്ന് പറയുന്ന ഈ പേര്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പേരൊന്ന് 5 തവണ കണ്ടിന്യൂസ്ലി പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കി വായിച്ചാൽ മതി. ഫസ്റ്റ് മേഘിന് പറയും. ഞാനും ബിസിയാ. എന്നെ കൂടെ സത്യം പറ്റില്ലെങ്കിൽ മലയാളം മലയാളം അറിയില്ല. അല്ല, ഞങ്ങൾ പറയാം, അത് കേട്ട് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് എഴുതി കൊടുത്തത് മൃദുഭാവേ ദൃഢകൃത്യേ. ദൃഢകൃത്യം. ഒന്നൊരു 5 മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, താങ്ക് യു സർ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. അപ്പൊ എന്തായാലും മറ്റന്നാൾ ഞങ്ങളുടെ പടം ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പടം സപ്പോർട്ട് ചെയ്യണം. കാണുമോ നിങ്ങൾ? ഓക്കെ. താങ്ക് യു സോ മച്ച്. പേര് ഇത് വായിക്കാൻ പറ്റുമോ? മൃദുഭാവേ ബിബിൻ. ആഷ്ന. ഷമീർ. ഇത് വായിക്കാൻ പറ്റുമോ? മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. നാളെ കഴിഞ്ഞ റിലീസ് 2-ാം തീയതി.
അപ്പോൾ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ സിനിമയിലെ നായകൻ, നായിക. ആ അതെ, സൂരജ് സൺ. കുഞ്ഞുപടമാണ്. നമ്മുടെ വടക്കുന്നാഥനൊക്കെ ചെയ്ത സംവിധായകൻ്റെ സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം സാറ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വേണം. സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് കണ്ടു. താങ്ക് യു. എൻ്റെ പേര് യാക്കൂബ്. പഠിക്കുകയാണോ? ഞങ്ങൾ ഒരു പുതിയ സിനിമ മറ്റന്നാൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ പേരാണ് മൃദുഭാവേ ദൃഢകൃത്യ. പോസ്റ്റർ, ഞങ്ങളുടെ പടത്തിൻ്റെ പോസ്റ്റർ ഇതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു എൻകറേജ്മെന്റ് എന്നുള്ള രീതിയിൽ ചേട്ടൻ ഈ പേര് ഒരു 2-3 തവണ നോക്കി വായിക്കുമോ? ദൃഢകൃത്യ, മൃദുഭാവി ദൃഢകൃത്യ, മൃദുഭാവി ദൃഢകൃത്യ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പം ഞങ്ങൾ കുറേ സിനിമ ഇറങ്ങുകയാണ്, മറ്റന്നാൾ ഇറങ്ങുകയാണ് പടം. അതെയോ? ഓ ഓക്കെ ഓക്കെ. എന്തായാലും ഇവിടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറയണം. ശരി, താങ്ക് യു. സിനിപോളിസ്, കോർണേഷൻ, ഇ മാത്സ്. നിങ്ങളുടെ മൈജിയുടെ പുതിയ ഷോറൂം ഉണ്ട് അവിടെ കോഴിക്കോട്. പോകുന്നുണ്ടോ? ഇന്നില്ല, നാളെ. നാളെയാ? നാളെ കഴിഞ്ഞ റിലീസ് ആണല്ലേ? കോഴിക്കോട് കാണാലോ. അപ്പോൾ ഒന്ന് കാണും. അപ്പം സിനിമയുടെ പേരൊന്ന് പറയാമോ? സ്പീഡിൽ 3 തവണ വായിച്ചാൽ മതി, നോക്കി വായിച്ചാൽ മതി. മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. സ്പീഡിൽ 5 പ്രാവശ്യം. അല്ല, വായിച്ചാൽ മതിയോ? മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. സിമ്പിളാണ് പറഞ്ഞത്. മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. സൂരജ് സണ്ണാണ്. സൂരജ് സണ്ണാണ് നായിക. ഷാജുന് വടക്കുന്നാഥനൊക്കെ സംവിധാനം ചെയ്തു. രാവിലെ റേഡിയോയിൽ അപ്പൊ നല്ല പാട്ടുകളുണ്ട്. സണ്ണി ലിയോന്റെ ഡാൻസ് ഉണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. അപ്പൊ കാണണം. ഞങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവും. കോഴിക്കോട് തിയേറ്റർ വിസിറ്റ് ഉണ്ടാവും. അതെ അതെ, ഞങ്ങളെല്ലാവരും താങ്ക് യു. അപ്പൊ കാണണോട്ടാ. എന്റെ പേര് ശിവരാജ് എന്നാണ്. ഞാൻ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഫെജിൻ നമ്മുടെ സിനിമ മൃദുഭാവേ ദൃഢകൃത്യ ഇറങ്ങാണ്. അപ്പം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ പേര് ഒരു 3 തവണ സ്പീഡായിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. ഇനി കുറച്ചും കൂടി സ്പീഡിൽ. മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. സ്പീഡ് നിർത്താറ് മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. പാടാണ്. എന്തായിരുന്നു? മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ, മൃദുഭാവേ ദൃഢകൃത്യ. അടിപൊളി അടിപൊളി. എന്താ പേര്? മെറിൻ. മെറിൻ. അപ്പം ഈ 2-ാം തീയതിയാണ്, മറ്റന്നാളെ തിയേറ്ററിൽ റിലീസ് ആവാണ്. അപ്പൊ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പടം ഇറങ്ങുന്നതിന്റെ പ്രമാണമായിട്ട് ഹലോ ഫ്രണ്ട്സ്, ഹായ്. നമ്മളിന്ന് മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറി വരണം. നമ്മുടെ ഇന്റർവ്യൂ കളർഫുൾ ആക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്ന സിനിമയുടെ സണ്ണി ലിയോണിന്റെ വീഡിയോ ഇതാ വൈറലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും കാണണം, എല്ലാവരും ഷെയർ ചെയ്യണം. ലവ് യു സോ മച്ച്. ഈ ഫെബ്രുവരി 2-ന് മൃദുഭാവേ ദൃഢകൃത്യ ഇതാ തിയേറ്ററുകളിൽ വരികയാണ്. വനിത വിനിതയിൽ നമ്മൾ സിനിമ കാണാൻ നമ്മൾ ഒരുമിച്ചുണ്ടാവും. നിങ്ങൾ എല്ലാവരും വരണം. നന്ദി, നമസ്കാരം.
എല്ലാം തിരിച്ചിട്ടുണ്ട്. ഓക്കെ എല്ലാവരും